വെറും 10 മിനിറ്റിൽ ഒരു കിടിലൻ ചിക്കൻ കറി ആയാലോ. പ്രഷർ കുക്കർ എടുക്കുക, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം തക്കോലം എന്നിവ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് സമയം സവാള ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ മാത്രം മതി കേട്ടോ. ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്പം കറിവേപ്പില കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. 1 കിലോ ചിക്കൻ ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായി കഴുകി വെള്ളം വാർന്നു വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഈ ചിക്കൻ ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ ഒരു ലൈറ്റ് പിങ്ക് കളർ മാറി ഇതുപോലെ വൈറ്റ് കളർ ആവുന്നത് വരെ മാത്രം ഇളക്കിയാൽ മതി. ചിക്കൻ മാറ്റി വെച്ചിട്ടൊരു ചെറിയ പാൻ എടുക്കുക. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുക്കുക. നല്ല ബ്രാൻഡഡ് ചിക്കൻ മസാല തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 1/4 കപ്പ് മാത്രം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക. ഒരു വിസിൽ വന്ന് പ്രഷർ പോയി കഴിഞ്ഞാൽ കുക്കർ തുറന്നാൽ നമ്മുടെ കറി റെഡിയാണ്. വേണമെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക. അതിനുശേഷം മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്.